മത്സ്യഫെഡിന്റെ മികവ് വിദ്യാഭ്യാസ അവാർഡ് വിതരണം കരുനാഗപ്പള്ളിയിൽ നടത്തി. മത്സ്യത്തൊഴിലാളികളുടെ മക്കളുടെ വിദ്യാഭ്യാസ പ്രോത്സാഹനത്തിനായാണ് പദ്ധതി നടപ്പാക്കുന്നത്. SSLC, +2 പരീക്ഷകളിൽ എല്ലാ വിഷയങ്ങൾക്കും A+ നേടിയ വിദ്യാർത്ഥികൾക്കാണ് ആദരവ് നൽകിയത്. മത്സ്യത്തൊഴിലാളികളുടെ മക്കൾക്ക് വിദ്യാഭ്യാസ പ്രോത്സാഹനത്തിനായാണ് മത്സ്യഫെഡ് മികവ് പദ്ധതി നടപ്പാക്കുന്നത്. SSLC, +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്കാണ് ആദരവൊരുക്കിയത്. മികവ് പദ്ധതിയുടെ ജില്ലാതല ഉദ്ഘാടനം കരുനാഗപ്പള്ളിയിൽ നടത്തി. CR മഹേഷ് MLA ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ ഫിഷറീസ് വകുപ്പ് മന്ത്രി ശ്രീ സജി ചെറിയാൻ ഒട്ടനവധി മാറ്റങ്ങൾ, അനുഭാവപൂർവമായ നടപടികൾ, സഹായങ്ങൾ ഈ മേഖലയിൽ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് സന്തോഷത്തോടു കൂടി ഈ അവസരത്തിൽ അറിയിക്കുക. ശ്രീ T മനോഹരൻ അവരുടെ നേതൃത്വത്തിൽ ഇവരെല്ലാവരും കൂടി ഉൾപ്പെട്ട ഒരു മത്സ്യഫെഡിൻ്റെ ഭരണസമിതി വളരെ കാര്യക്ഷമമായി, കാര്യപ്രാപ്തമായി കഴിഞ്ഞ കാലങ്ങളിൽ ഈ നിമിഷം വരെയും പ്രവർത്തിച്ചു എന്നുള്ളതും സന്തോഷകരമായ കാര്യമാണ്. ഇപ്പോൾ അധികാരമേറ്റ ശ്രീ VD സതീശൻ്റെ നേതൃത്വത്തിലുള്ള സർക്കാർ, ശ്രീ അബ്ദുൾ റഹ്മാൻ ഫിഷറീസ് വകുപ്പ് മന്ത്രി, അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള സർക്കാരും മുൻ സർക്കാരിൻ്റെ തുടർച്ചയായി പ്രത്യേകമായ പരിഗണന, മുമ്പെങ്ങുമില്ലാത്ത തരത്തിൽ ബഡ്ജറ്റിൽ തന്നെ മത്സ്യമേഖലയെ സഹായിക്കാൻ, മത്സ്യത്തൊഴിലാളികളുടെ മക്കളെ പ്രത്യേകം വിദ്യാഭ്യാസത്തിൽ സഹായിക്കാൻ ഒട്ടനവധി പദ്ധതികൾ പ്രഖ്യാപിച്ചു എന്നത് മാത്രമല്ല, അതിന് പണം വകമാറ്റി അല്ലെങ്കിൽ വകയിരുത്തി മുന്നോട്ട് പോവുകയാണ്. മത്സ്യഫെഡ് ചെയർമാൻ T മനോഹരൻ അധ്യക്ഷത വഹിച്ചു. അന്നത്തെ സംസ്ഥാന ഗവൺമെന്റ് ഫിഷറീസ് കോർപ്പറേഷനെ പിരിച്ചുവിട്ടുകൊണ്ട് മത്സ്യത്തൊഴിലാളി സഹകരണ സംഘങ്ങൾ രൂപീകരിച്ചുകൊണ്ട് അതിന്റെ അപെക്സ് ബോഡിയായി മത്സ്യഫെഡ് രൂപീകൃതമാകുന്നത് 84. സ്വാഭാവികമായി മത്സ്യഫെഡ് രൂപപ്പെടുമ്പോൾ ഗവൺമെന്റുകളുടെ മനസ്സിലിരുന്നത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ സംസ്ഥാനത്ത് സാമൂഹികമായി സാമ്പത്തികമായി ഏറെ പിന്നോക്കം നിൽക്കുന്ന ഒരു സമൂഹത്തെ സാമൂഹികമായി സാമ്പത്തികമായി ഉയർത്തിക്കൊണ്ടുവരാൻ ആവശ്യമായ തരത്തിലേക്കുള്ള പദ്ധതികൾ സർക്കാരിന്റെ സഹായത്തോടെ ആവിഷ്കരിച്ച് നടപ്പിലാക്കി ആ വിഭാഗത്തെ മുന്നണി പോരാളികളായി സമൂഹത്തിൽ നിലനിർത്തുക എന്ന കടുത്ത ദൗത്യമാണ് കേരളത്തിലെ ഗവൺമെന്റ് മത്സ്യഫെഡ് സംവിധാനത്തെ രൂപീകരിച്ചുകൊണ്ട് ഏർപ്പെടുത്തി. G രാജദാസ് സ്വാഗതം പറഞ്ഞു. മത്സ്യഫെഡ് ജില്ലാ മാനേജർ അനിതകുമാരി S റിപ്പോർട്ട് അവതരിപ്പിച്ചു. കരുനാഗപ്പള്ളി നഗരസഭാ ചെയർമാൻ P സോമരാജൻ മുഖ്യ പ്രഭാഷണം നടത്തി. നഗരസഭാ കൗൺസിലർ അമ്പവിള സലാഹുദ്ദീൻ, ഫിഷറീസ് സർവകലാശാല സെനറ്റ് അംഗം അനിരുദ്ധൻ A, മത്സ്യഫെഡ് ഭരണസമിതി അംഗം സബീന സ്റ്റാൻലി, കൊല്ലം ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ ശ്രീദിവ്യ റാണി CS, മത്സ്യത്തൊഴിലാളി യൂണിയൻ CITU ജില്ലാ സെക്രട്ടറി തോംസൺ ഗിൽബർട്ട്, രാജീവൻ K, P ജയപ്രകാശ്, G ശാന്തകുമാർ, ആന്റണി ഏണസ്റ്റ്, പീറ്റർ മത്യാസ്, ലത K എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി.